ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. എ പേഷ്യൻറ്റ് വിത്ത് എ ഡയഗ്നോസിസ് ഓഫ് മേജർ ഡിപ്രഷൻ ഹു ഹാസ് അറ്റംപ്റ്റഡ് ടു സൂയിസൈഡ് സേസ് ടു ദ നഴ്സ്, ഐ ഷുഡ് ഹാവ് ഡൈഡ്. ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഫെയിലിയർ. നത്തിങ് എവർ ഗോസ് റൈറ്റ് ഫോർ മീ. വിച്ച് റെസ്പോൺസ് ഡെമോൺസ്ട്രേറ്റ്സ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ പേഷ്യൻ്റ് എന്താണ്? ഡയഗ്നോസിസ് മേജർ ഡിപ്രഷൻ ആണ്. ഓൾറെഡി പേഷ്യൻ്റ് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുവാണ്. പേഷ്യൻ്റ് അപ്പോൾ നേഴ്സിനോട് പറയാണ്, ഐ ഷുഡ് ഹാവ് ഡൈഡ്, ഞാൻ മരിക്കണമായിരുന്നു അല്ലേ. ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഫെയിലിയർ, ഞാൻ എപ്പോഴും ഒരു തോൽവിയാണ്. നത്തിങ് എവർ ഗോസ് റൈറ്റ് ഫോർ മീ, ഒന്നും ശരിയാവുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ ഏതൊരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് ഈ പേഷ്യൻറ്റിനോട് സംസാരിക്കാം എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ബെസ്റ്റ് റെസ്പോൺസ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. Option A, you have everything to live for. Option B, why do you see yourself as a failure? Option C, feeling like this is all part of being depressed. Option D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. You have been feeling like a failure for a while. അതായത് നിങ്ങൾക്കൊരു പരാജിതനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്. You have been feeling like a failure for a while. അപ്പം നമ്മൾ ചോദ്യത്തിൽ കണ്ടല്ലേ, ചോദ്യത്തിൽ എന്താണ്? പേഷ്യൻ്റ് പറയുവാണ്, ഞാനൊരു തോൽവിയാണെന്നാണ് പേഷ്യൻ്റ് തോന്നുന്നത്. ഐ ഷുഡ് ഹാവ് ഡൈഡ്, ഞാൻ മരിക്കണമായിരുന്നു. ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഫെയിലിയർ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റീസ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതായത് പേഷ്യൻറ്റിനോട് നമ്മൾ ആ പേഷ്യൻ്റ് ഇങ്ങോട്ട് പറഞ്ഞ കാര്യം നമ്മൾ റീസ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് തിരിച്ച് അതേ സെൻറ്റൻസ് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. യു ഹാവ് ബീൻ ഫീലിംഗ് ലൈക്ക് എ ഫെയിലിയർ ഫോർ എ വൈൽ. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ് കേട്ടോ, ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്കിൻ്റെ പേരാണ് റീസ്റ്റേറ്റ്മെൻറ്റ്. നോക്കിക്കേ. Responding to the feelings expressed by a patient is an effective therapeutic communication technique. The correct option is an example of the use of restating. അതായത് പേഷ്യൻ്റ് പറഞ്ഞ കാര്യം നമ്മൾ തിരിച്ച് റീസ്റ്റേറ്റ് ചെയ്യുകയാണ്, നമ്മൾ തിരിച്ച് അത് തന്നെ അങ്ങോട്ട് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്? ഇറ്റ്സ് ഫ്രീക്വൻ്റ്ലി യൂസ്ഫുൾ ഫോർ നഴ്സസ് ടു സമ്മറൈസ് വാട്ട് പേഷ്യൻസ് ഹാവ് സെഡ് ആഫ്റ്റർ ദ ഫാക്ട്. ഒന്ന് നമ്മൾ ഈ പേഷ്യൻറ്റിനെ വെന്റിലേറ്റ് ചെയ്യുകയാണ്, അതായത് പേഷ്യൻ്റ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ എൻകറേജ് ചെയ്യുവാണ്. ഒന്ന് നമ്മൾ റീസ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴി. രണ്ടാമത് എന്താന്ന് വെച്ചാൽ നോക്കിയേ, ദിസ് ഡെമോൺസ്ട്രേറ്റ്സ് ടു പേഷ്യൻസ് ദാറ്റ് ദ നഴ്സ് വാസ് ലിസണിങ് ടു ആൻഡ് അലൗസ് ദ നഴ്സ് ടു ഡോക്യുമെന്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ പേഷ്യൻറ്റിന് തന്നെ മനസ്സിലാവുന്നതാണ് നമ്മൾ അവരെ നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ റീസ്റ്റേറ്റ്മെന്റ്. റീസ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ നമ്മൾ പേഷ്യൻറ്റിനെ എൻകറേജ് ചെയ്യുവാണ്, പേഷ്യൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പുറത്തോട്ട് നന്നായിട്ട് പറയാനായിട്ട്. രണ്ടാമത്തെ നമ്മൾ എന്താണ്, പേഷ്യൻ്റ് മനസ്സിലാവും ഓക്കെ ഈ നഴ്സിനെ ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിസൺ ചെയ്യുന്നുള്ളത് എന്താണ്, അവർ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും പറ്റും, കൂടുതലായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് എന്താണ് വേണ്ടതെന്നൊരു ക്ലിയർ പിക്ചർ നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ അതാണ് റീസ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് വരുന്ന ആൻസർ കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി ഒന്നോടെ. മേജർ ഡിപ്രഷൻ ആണ് പേഷ്യൻ്റ്. ഐ ഷുഡ് ഹാവ് ഡൈഡ്. ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഫെയിലിയർ. നത്തിങ് എവർ ഗോസ് റൈറ്റ് ഫോർ മീ. അപ്പോൾ നമ്മൾ ഏതാണ് ബെസ്റ്റ് റെസ്പോൺസ്? യു ഹാവ് ബീൻ ഫീലിംഗ് ലൈക്ക് എ ഫെയിലിയർ ഫോർ എ വൈൽ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ റീസ്റ്റേറ്റ്മെന്റ് നടത്തുവാണ്. റീസ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2. When the community health nurse visits a patient at home, the patient states, I have not slept the last couple of nights. Which response by the nurse illustrates a therapeutic communication response to this patient? ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ആണ് ഹോം വിസിറ്റ് നടത്തുന്നത്. ഹോം വിസിറ്റിന് സമയത്ത് പേഷ്യൻ്റ് പറയാണ്, ഐ ഹാവ് നോട്ട് സ്ലെപ്റ്റ് ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് നൈറ്റ്സ്, കുറച്ച് ദിവസമായിട്ട് രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നേ ഇല്ല. അപ്പോൾ ഏത് റെസ്പോൺസ് ആണ് ബെസ്റ്റ് റെസ്പോൺസ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. വിച്ച് റെസ്പോൺസ് ബൈ ദ നഴ്സ് ഇലൂസ്ട്രേറ്റ്സ് എ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ റെസ്പോൺസ് ടു ദിസ് പേഷ്യൻറ്റ്? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ, ഐ സി. ഓപ്ഷൻ ബി, റിയലി. ഓപ്ഷൻ സി, യു ആർ ഹാവിംഗ് ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ്. ഓപ്ഷൻ ഡി, സംടൈംസ് ഐ ഹാവ് ട്രബിൾ സ്ലീപ്പിംഗ് ടു. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി, യു ആർ ഹാവിംഗ് ഡിഫിക്കൽട്ട് സ്ലീപ്പിംഗ്. ഇവിടെയും എന്ത് തന്നെയാണ്? റീസ്റ്റേറ്റ്മെന്റ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ട അതേ സംഭവം നോക്കിക്കേ. ദ കറക്റ്റ് ഓപ്ഷൻ യൂസസ് ദ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് ഓഫ് റീസ്റ്റേറ്റ്മെന്റ്. വീണ്ടും നമ്മൾ റീസ്റ്റേറ്റ്മെന്റ് ചെയ്യുവാണ്. വീണ്ടും നമ്മൾ ആ ഒരു കാര്യം തന്നെ പറയുമ്പോൾ എന്താണ്, അവരതിനെപ്പറ്റി കൂടുതൽ പറയും. നമ്മൾ അവരെ എൻകറേജ് ചെയ്യുവാണ് കൂടുതൽ സംസാരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ അവരെ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് പേഷ്യന്റ് മനസ്സിലാവും. ഓൾദോ റീസ്റ്റേറ്റ്മെന്റ് ഈസ് എ ടെക്നിക് ദാറ്റ് ഹാസ് എ പ്രോംപ്റ്റിംഗ് component to it, it repeats the patient's major theme which assists the nurse in obtaining a more specific perception of the problem from the patient. അപ്പോൾ ഈ ഒരു റീസ്റ്റേറ്റ്മെന്റ് വഴി എന്താണ്, നമുക്ക് എൻകറേജ് ചെയ്ത് കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ പ്രോബ്ലംസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റീസ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി
Question number 3 നമുക്ക് നോക്കാം. A patient experiences a disturbed thought process, believes that his food has been poisoned. Which communication technique should the nurse use to encourage the patient to eat? ഇപ്പൊ പേഷ്യന്റ് എന്താണ്, ഡിസ്റ്റർബ്ഡ് തോട്ട് പ്രോസസ് ആണ് പേഷ്യന്റ് വിശ്വസിക്കുകയാണ് എന്താണ്, ഫുഡിനകത്ത് പോയിസൺ ഉണ്ടെന്ന്. അപ്പൊ ഏത് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ഈ പേഷ്യന്റിനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൈലൻസ്. ഓപ്ഷൻ ബി, ഷെയറിംഗ് പേഴ്സണൽ പ്രിഫറൻസസ് റിഗാർഡിംഗ് ഫുഡ് ചോയ്സസ്. ഓപ്ഷൻ സി, ഡോക്യുമെന്റിംഗ് റീസൺസ് വൈ ദ പേഷ്യന്റ് ഡസ് നോട്ട് വാണ്ട് ടു ഈറ്റ്. ഓപ്ഷൻ ഡി, ഓഫറിംഗ് ഒപ്പീനിയൻസ് അബൌട്ട് ദ നെസസിറ്റി ഓഫ് അഡിക്വേറ്റ് ന്യൂട്രീഷൻ. അല്ലേ? അപ്പൊ ബാക്കി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് തന്നെ കളയാൻ പറ്റും. കാരണം എന്താണ്, ഷെയറിങ് പേഴ്സണൽ പ്രിഫറൻസസ് റിഗാർഡിംഗ് ഫുഡ് ചോയ്സസ്, നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ് ആണോ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ലാതെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഡോക്യുമെന്റ് റീസൺസ് വൈ ദ പേഷ്യന്റ് ഡസ് നോട്ട് വാണ്ട് ടു ഈറ്റ്. അപ്പം നമ്മൾ പേഷ്യന്റിനെ എൻകറേജ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പേഷ്യന്റ് ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതങ്ങോട്ട് എഴുതി വെക്കാനാണ് പറയുന്നത്. ഓഫറിംഗ് ഒപ്പീനിയൻസ് അബൌട്ട് ദ നെസസിറ്റി ഓഫ് അഡിക്വേറ്റ് ന്യൂട്രീഷൻ. ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പേഷ്യൻസിനോട്, അതായത് ഡിസ്റ്റർബ്ഡ് തോട്ട് പ്രോസസ് ഉള്ള ഒരു പേഷ്യനോട് ഇപ്പൊ ന്യൂട്രീഷന്റെ കാര്യമൊക്കെ നമ്മൾ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? അവരതൊന്നും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല, അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യന്റിനെ എൻകറേജ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അല്ലേ? ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ ആൻസേഴ്സ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതായത് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് എന്താണ്, സൈലൻസ് കീപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കിക്കേ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൈലൻസ് ആർ സ്ട്രാറ്റജീസ് യൂസ്ഡ് ടു എൻകറേജ് പേഷ്യൻസ് ടു ഡിസ്കസ് ദെയർ പ്രോബ്ലംസ്. അപ്പൊ എന്താണ്, പേഷ്യന്റ് ഇങ്ങനെ ഇതിനകത്ത് ഫുഡിനകത്ത് പോയിസൺ ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അവരോട് സംസാരിക്കാൻ പറ്റും. നമുക്ക് എന്ത് യൂസ് ചെയ്താൽ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സൈലൻസും. അതായത് അവർ പറയുന്നതിനെല്ലാം നമ്മൾ തിരിച്ച് അതും ഇതും പറയുമല്ല ചെയ്യുന്നത്. നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സൈലൻസും കീപ്പ് ചെയ്താൽ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഷെയറിംഗ് പേഴ്സണൽ ഫുഡ് പ്രിഫറൻസസ് ഈസ് നോട്ട് എ patient centered intervention. അതുകൊണ്ടാണ് അത് റോങ് ആൻസർ വരുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ഓഫ് എ നഴ്സ് ഈസ് ഡെവലപ്പിംഗ് ദ എബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് എ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ്. നമ്മളെപ്പോഴും പേഷ്യൻസുമായിട്ട് എന്താണ്, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ വഴി ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ ഇന്റർവെൻഷൻസ് ടു ബി സക്സസ്ഫുൾ വിത്ത് ക്ലയൻസ് ഇൻ എ സൈക്കാട്രിക് ഫെസിലിറ്റി ആൻഡ് ഇൻ ഓൾ നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് ഈസ് ക്രൂഷ്യൽ ടു ബിൽഡ് എ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്. അതൊരു സൈക്കാട്രിക് ഫെസിലിറ്റി ആയിരിക്കുന്നത് തന്നെയില്ല, എല്ലാ നഴ്സിംഗ് സ്പെഷ്യാലിറ്റീസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നമ്മളൊരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് പേഷ്യൻസുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. അപ്പം നമുക്കൊരു വിശ്വാസമുള്ള ഒരു ആളോട് മാത്രമുള്ള ഒരു കാര്യം പറയത്തുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ അവരോട് നന്നായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്താണ്, അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയും നമ്മളോട്. അപ്പം ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ പേഷ്യന്റ് പോയിസൺ ആണെന്ന് പറഞ്ഞു, ഫുഡിൽ പോയിസൺ ആണെന്ന് പറഞ്ഞു. ഏത് ടെക്നിക്കാണ്? യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൈലൻസ് എന്നുള്ള ടെക്നിക്കാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, എ പേഷ്യന്റ് അഡ്മിറ്റഡ് ടു ദ മെന്റൽ ഹെൽത്ത് യൂണിറ്റ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് സൈക്കോട്ടിക് ബിഹേവിയർ സ്പെൻഡ്സ് അവേഴ്സ് അറ്റ് ദ ലോക്ക്ഡ് എക്സിറ്റ് ഡോർ ഷൗട്ടിംഗ്, ലെറ്റ് മീ ഔട്ട്, there is nothing wrong with me, I don't belong here. What defense mechanism is the patient implementing? ഇപ്പൊ നോക്കിക്കേ, പേഷ്യന്റ് അഡ്മിറ്റ് ആയി, മെന്റൽ ഹെൽത്ത് യൂണിറ്റിൽ പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ പേഷ്യന്റ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം, ലെറ്റ് മീ ഔട്ട്, ഞാൻ പുറത്തു പോട്ടെ, എനിക്ക് ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല, ഞാൻ ശരിക്കും ഇവിടെ വരേണ്ട ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പേഷ്യൻസ് ഇങ്ങനെ ഒരു മോസ്റ്റ് ഓഫ് ദ സൈക്കാട്രിക് പേഷ്യൻസ് അങ്ങനെ ആയിരിക്കും പറയുന്നത്, അല്ലേ? മെന്റൽ ഹെൽത്ത് പേഷ്യൻസ് എല്ലാം അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അവരെന്താണ് അത് പറയുന്നതിന് കാരണം എന്താണ്, അവരൊരു ഡിഫൻസ് മെക്കാനിസം അവർ യൂസ് ചെയ്യുവാണ്. എന്ത് ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡിനൈൽ, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ, ഓപ്ഷൻ സി റിഗ്രഷൻ, ഓപ്ഷൻ ഡി റേഷണലൈസേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഡിനൈൽ. കാരണം എന്താണ്, ഡിനൈലിനകത്ത് എന്താണ്, നമ്മളൊരു റിയാലിറ്റിനെ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് അസുഖമുണ്ടെന്നുള്ളൊരു കാര്യം അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവർ റിഫ്യൂസ് ചെയ്യുന്നതാണ് ഡിനൈൽ എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, ഡിനൈൽ ഈസ് എ റിഫ്യൂസൽ ടു അഡ്മിറ്റ് ടു എ പെയിൻഫുൾ റിയാലിറ്റി. ഒരു പെയിൻഫുൾ ആയിട്ടുള്ള റിയാലിറ്റിനെ നമ്മൾ റിഫ്യൂസ് ചെയ്യണം, ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ ഒരു ഇതിനെയാണ്, ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡിനൈൽ തന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് അതാണ് യൂസ് ചെയ്യുന്നത്. കാരണം പേഷ്യൻ്റ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല എനിക്ക് അസുഖമുണ്ടെന്ന്. വിച്ച് വാസ് ട്രീറ്റഡ് ആസ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് എക്സിറ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ബ്ലോക്കിംഗ് എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ഫ്രം അവയർനെസ്. ഇഫ് സം സിറ്റുവേഷൻ ഈസ് ജസ്റ്റ് ടു മച്ച് ടു ഹാൻഡിൽ, ദ പേഴ്സൺ റെഫ്യൂസസ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. This is a primitive and dangerous defense. No one disregards reality and gets away with it for long. It can operate by itself or more commonly in combination with other more subtle mechanisms that support it.
കുറേ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഓർത്ത് അതെല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. ഡിനയൽ എന്താണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ. എന്താണ് ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനയൽ ഈസ് എ റിഫ്യൂസൽ ടു അഡ്മിറ്റ് ദ പെയിൻഫുൾ റിയാലിറ്റി. അവരൊരിക്കലും റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് മാത്രം സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പം എന്താണ് മെൻ്റൽ ഹെൽത്ത് യൂണിറ്റിൽ പേഷ്യൻറ്റ് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ കിടക്കേണ്ട ആളല്ല എന്നും പറഞ്ഞിട്ട്. അപ്പം ഏത് ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ഡിനയലാണ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 5. A patient diagnosed with terminal cancer says to the nurse, I am going to die and I wish my family would stop hoping for a cure. I get so angry when they carry on like this. After all, I am the one who is dying. Which response by the nurse is therapeutic? അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിന് ടെർമിനൽ ക്യാൻസർ ആണ് പേഷ്യൻറ്റിന്. അപ്പോൾ പേഷ്യൻ്റ് എന്താണ് നഴ്സിനോട് പറയുന്നത്? ഞാൻ മരിക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ ക്യാൻസർ പേഷ്യൻസ് അറിയാം, അവർക്ക് അധികം നാൾ ലൈഫില്ല. അപ്പോൾ അവർ പറയാണ് ഞാൻ മരിക്കാൻ പോവാണ്. മരിക്കാൻ പോകുന്ന സമയത്ത് ഫാമിലി എല്ലാം എന്താ ഓർക്കുന്നത്? ഓക്കെ, ഈ പേഷ്യൻ്റ് എല്ലാവരും അങ്ങനെ ഹോപ്പ് ചെയ്യത്തോളൂ അല്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നോക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ദേഷ്യം വരുവാണ്. എന്തുകൊണ്ട് ദേഷ്യം വരുന്നു? ഇവരിത് സ്റ്റോപ്പ് ചെയ്യണം. അതായത് പുള്ളിക്കാരി ഇനി ജീവിച്ചിരിക്കത്തില്ല എന്നുള്ളൊരു കാര്യത്തെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഞാൻ രക്ഷപ്പെടും എന്ന് എൻ്റെ ഫാമിലി ഹോപ്പ് ചെയ്യുന്നവർ ശരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അവരതങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാണെന്നാണല്ലേ പറയുന്നത്. ആഫ്റ്റർ ഓൾ ഐ ആം ദ വൺ ഹൂ ഈസ് ഡൈങ്. എന്താണെങ്കിലും ഞാനാണ് മരിക്കാൻ പോകുന്ന ആളെന്ന് പറയുവാണ്. അപ്പോൾ ആ സമയത്ത് ഏത് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നോക്കിക്കേ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഹാവ് യു ഷെയർഡ് യുവർ ഫീലിങ്സ് വിത്ത് യുവർ ഫാമിലി. ഓപ്ഷൻ ബി ഐ തിങ്ക് വി ഷുഡ് ടോക്ക് മോർ അബൌട്ട് യുവർ ആങ്കർ വിത്ത് യുവർ ഫാമിലി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. യു ആർ ഫീലിംഗ് ആംഗ്രി ദാറ്റ് യുവർ ഫാമിലി കണ്ടിന്യൂസ് ടു ഹോപ്പ് ഫോർ യു ടു ബി ക്യൂർഡ്. ഓപ്ഷൻ ഡി യു ആർ പ്രോബബ്ലി വെരി ഡിപ്രസ്ഡ് വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ വിത്ത് സച്ച് എ ഡയഗ്നോസിസ്. ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? റീസ്റ്റേറ്റ്മെന്റ് അല്ലെ. പേഷ്യൻ്റ് എന്ത് പറഞ്ഞോ ആ ഒരു കാര്യത്തെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ റീസ്റ്റേറ്റ്മെൻ്റ് ആണ്, അതായത് പേഷ്യൻ്റ് പറഞ്ഞ കാര്യം നേരെ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐ ആം ഗോയിങ് ടു ഡൈ ആൻഡ് ഐ വിഷ് മൈ ഫാമിലി വുഡ് സ്റ്റോപ്പ് ഹോപ്പിംഗ് ഫോർ എ ക്യൂർ. ഐ ഗെറ്റ് സോ ആംഗ്രി വെൻ ദേ ക്യാരി ഓൺ ലൈക്ക് ദിസ്. ആഫ്റ്റർ ഓൾ ഐ ആം ദ വൺ ഹൂ ഇസ് ഗോയിങ് ടു ഡൈ. ഓപ്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യു ആർ ഫീലിംഗ് ആംഗ്രി ദാറ്റ് യുവർ ഫാമിലി കണ്ടിന്യൂസ് ടു ഹോപ്പ് ഫോർ യു ടു ബി ക്യൂർഡ് അല്ലേ. അപ്പോൾ സെയിം കാര്യം തന്നെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ അത് ചെയ്തു. റീസ്റ്റേറ്റിംഗ് ഈസ് എ therapeutic communication technique in which the nurse repeats what the patient says to show understanding and to review what was said. എന്താണ് പേഷ്യൻ്റ് എന്ത് പറഞ്ഞോ അതിനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ റീസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. റീസ്റ്റേറ്റിംഗ് ഈസ് ഡൺ ടു ക്ലാരിഫൈ ദ ക്ലയൻസ് മെസ്സേജ് ബൈ റിപ്പീറ്റിംഗ് ദ സെയിം സ്റ്റേറ്റ്മെന്റ് ബാക്ക് ടു ദ ക്ലയൻറ്റ്. സെയിം ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റീസ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇനി നിങ്ങൾ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ആൻസർ നിങ്ങൾക്ക് ടെക്നിക്ക് യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നോക്കാം, അവർ റീസ്റ്റേറ്റ്മെന്റ് ആണോ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ റീസ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് നോക്കാം. On review of the patient's record, the nurse notes the admission was voluntary. Based on this information, the nurse anticipates which patient's behavior. അപ്പോൾ എന്താണ് പേഷ്യന്റിന്റെ റെക്കോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നഴ്സസ് നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ വാസ് വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് സ്വന്തമായിട്ട് വന്ന് അഡ്മിറ്റ് ആയതാണ് അല്ലേ. പേഷ്യന്റ് സ്വന്തമായിട്ട് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിനെയാണ് വോളണ്ടറി അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോളണ്ടറി അഡ്മിഷൻ എന്നുള്ള കാണുമ്പം നമ്മൾ എന്താണ് ബീങ് എ നഴ്സ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് നോക്കിയേ. ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ ദ നഴ്സ് ആൻറ്റിസിപ്പേറ്റ്സ് വിച്ച് പേഷ്യൻസ് ബിഹേവിയർ. പേഷ്യന്റിന് ഏത് ബിഹേവിയർ ആണെന്ന് നമുക്കെങ്ങനെ എന്താണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫിയർഫുൾനെസ് റിഗാർഡിംഗ് ട്രീറ്റ്മെന്റ് മെഷേഴ്സ്. പേഷ്യന്റ് പേടിയാണോ? പേടിയുള്ളതുകൊണ്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് സ്വന്തമായിട്ട് അഡ്മിഷൻ എടുക്കുമോ? ഇല്ല, നമുക്ക് നേരെ അത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ആങ്കർ ആൻഡ് അഗ്രസീവ്നെസ് ഡയറക്റ്റഡ് ടുവേഴ്സ് അതേഴ്സ്. അവർക്ക് ദേഷ്യവും അഗ്രസീവ്നെസ് ഒക്കെ ആയതുകൊണ്ടാണ് അവർ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതുമല്ല, എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പത്തോളജി ആൻഡ് സിംറ്റംസ് ഓഫ് ദി ഡയഗ്നോസിസ്. പേഷ്യന്റ് പത്തോളജിയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമോ പേഷ്യൻസ്? അങ്ങനെ പേഷ്യൻസിന് എന്തെങ്കിലും അറിയാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അവർക്ക് അതൊന്നും അറിയത്തില്ല അല്ലേ. അപ്പോൾ എന്താണ് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എ വില്ലിംഗ്നെസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്ലാനിങ് ഓഫ് ദ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. വോളണ്ടറി ആണല്ലേ. അവർ സ്വന്തമായിട്ട് വന്നാണ്. സ്വന്തമായിട്ട് അവർ എന്തിനാണ് വന്നിരിക്കുന്നത്? അവർക്ക് ഹെൽപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ട് അവർ വന്നിരിക്കുന്നതാണ്. എ വില്ലിംഗ്നെസ് ടു പാർട്ടിസിപ്പേറ്റ്. അവർ റെഡിയാണെന്ന് കാണിക്കുവാണ്. അവർ ആ ഒരു പ്ലാനിങ് ഓഫ് കെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർ റെഡിയാണെന്ന്
എന്താണെന്ന് കാണിക്കുന്നതാണ് വോളണ്ടറി അഡ്മിഷൻ. അതാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഇൻ ജനറൽ പേഷ്യൻ സീക്സ് വോളണ്ടറി അഡ്മിഷൻ. ഇഫ് എ പേഷ്യൻ സീക്സ് വോളണ്ടറി അഡ്മിഷൻ, ദ മോസ്റ്റ് ലൈക്ലി എക്സ്പെക്ടേഷൻ ഇസ് ദ പേഷ്യൻ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ട്രീറ്റ്മെന്റ് പ്രോഗ്രാം സിൻസ് ദേ ആർ ആക്റ്റീവ്ലി സീക്കിംഗ് ഹെൽപ്പ്. മനസ്സിലായോ? അവർ ശരിക്കും ഹെൽപ്പ് വേണ്ടത് കൊണ്ടാണ് അവർ ഡയറക്റ്റ് വന്നിട്ട് അവർ സ്വന്തമായി വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് തന്നെ തോന്നും അല്ലേ, കാരണം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് ട്രീറ്റ്മെന്റ് വേണം എന്ന് തോന്നിയിട്ടാണ് അവർ വന്നിട്ട് അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. വോളണ്ടറി അഡ്മിഷൻ ടു ആൻ അക്യൂട്ട് ഇൻപേഷ്യന്റ് സൈക്കാട്രിക് ഹോസ്പിറ്റൽ occurs when a person goes for psychiatric evaluation and the evaluating mental health provider and the patient agree that the patient would benefit from hospitalization and meets criteria for hospitalization. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളല്ല. ജസ്റ്റ് വോളണ്ടറി അഡ്മിഷൻ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിക്കേ. എ പേഷ്യന്റ് അഡ്മിറ്റഡ് വോളണ്ടറിലി ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് an anxiety disorder demands to be released from the hospital. Which action should the nurse take initially? അപ്പം ഇവിടെ പേഷ്യന്റ് എന്താണ്, വോളണ്ടറിലി വന്നാണ്, അതായത് പേഷ്യന്റ് സ്വന്തമായിട്ട് വന്ന് അഡ്മിഷൻ എടുത്തതാണ്. പേഷ്യന്റ് എന്താണ് പ്രോബ്ലം, ആങ്സൈറ്റി ഡിസോർഡർ ആണ്. അപ്പൊ ഈ പേഷ്യന്റ് വന്നതിന് ശേഷം പേഷ്യന്റ് തിരിച്ച് ഡിമാൻഡ് ചെയ്യുവാണ്, എന്താണ്, വീട്ടിൽ പോകണം, റിലീസ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. അപ്പൊ നേഴ്സ് എന്താണ് ഇനീഷ്യലി ചെയ്യേണ്ടതാണ്. അപ്പൊ പേഷ്യന്റ് ഓൾറെഡി സ്വന്തമായിട്ട് വന്നതാണ്, എനിക്ക് ഹെൽപ്പ് വേണം എന്നുള്ളൊരു ഇതുകൊണ്ടാണല്ലോ പേഷ്യന്റ് വന്നത്. പേഷ്യന്റ് ഒന്ന് അഡ്മിറ്റ് ആയി, പേഷ്യന്റ് ആങ്സൈറ്റി ഡിസോർഡർ ആണ്, പക്ഷെ പേഷ്യന്റ് എന്ത് ചെയ്യുവാണ്, വീട്ടിൽ പോകണം, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം എന്ന് പറയാണ്. അപ്പൊ നഴ്സ് എന്താണ് ഇനീഷ്യലി ചെയ്യേണ്ടതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. കോണ്ടാക്ട് ദ ഫിസിഷ്യൻസ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ, നമ്മൾ ഫിസിഷ്യനെ കോണ്ടാക്ട് ചെയ്യുക. ഓപ്ഷൻ ബി, കോൾ ദ പേഷ്യൻസ് ഫാമിലി ടു അറേഞ്ച് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ഫാമിലി വിളിക്കേണ്ട കാര്യമുണ്ടോ? കാരണം എന്താണ്, പേഷ്യന്റ് വോളണ്ടറി വന്നതാണ് അല്ലേ, സ്വന്തമായിട്ട് വന്നതാണ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം, ഡിസ്ചാർജ് ചെയ്യണം അല്ലെ. ഇനിഷ്യലി എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഇനിഷ്യലി നമ്മൾ എന്താണ്, ആദ്യമേ അവള് ഡോക്ടറെ വിളിച്ച് ഇൻഫോം ചെയ്ത് ഡിസ്ചാർജ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. കോൺടാക്ട് ദ പേഷ്യൻസ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അതിനാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ ട്രാൻസ്പോർട്ടിന്റെ കാര്യം നോക്കുന്നത്. ഓപ്ഷൻ സി, അറ്റംപ്റ്റ് ടു പെർസ്യൂഡ് ദ പേഷ്യൻസ് ടു സ്റ്റേ ഫോർ ഓൺലി ഫ്യൂ മോർ ഡേയ്സ് അല്ലെ. നമ്മൾ അങ്ങനെ പേഷ്യൻസിനെ നമ്മൾ ഒരിക്കലും പറഞ്ഞവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം എന്താണ്, അവർക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് പോകാം. ടെൽ ദ പേഷ്യന്റ് ദാറ്റ് ലിവിംഗ് വുഡ് ലൈക്ലി റിസൾട്ട് ഇൻ ആൻ ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ്. അവരോട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പറയാൻ പാടില്ല. എന്താണ്, പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ പേഷ്യന്റിനെ വീട്ടിൽ പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പൊ എന്താണ്, വോളണ്ടറി ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് വന്ന പേഷ്യന്റ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കോൺടാക്ട് ദ പേഷ്യന്റ് ഹെൽത്ത് കെയർ. ഇനി എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് വന്നിട്ട് അവരുമായിട്ട് ഒരു ഡിസ്കഷൻ ചെയ്തതിന് ശേഷം എന്ത് വന്നാലും ഫൈനൽ ഡിസിഷൻ ആരുടെ ആയിരിക്കും, പേഷ്യന്റിന്റെ മാത്രമായിരിക്കണം. സ്റ്റിൽ പേഷ്യന്റിന് പോകണം എന്നുണ്ടെങ്കിൽ എന്താണ്, പേഷ്യന്റിന് പോകാം. അതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കിയാൽ, ഇൻ ജനറൽ പേഷ്യൻ സീക്സ് വോളണ്ടറി അഡ്മിഷൻ. വോളണ്ടറി പേഷ്യൻസ് ഹാവ് ദ റൈറ്റ് ടു ഡിമാൻഡ് ആൻഡ് ഒബ്റ്റെയിൻ റിലീസ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അവരെ റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്? അവർ വോളണ്ടറി വന്നെന്ന് പറഞ്ഞാൽ അവർക്ക് റൈറ്റ് ഉണ്ട് അല്ലെ, അവർക്ക് ഡിമാൻഡ് ചെയ്യാം, എനിക്ക് പോകണം എന്നുള്ളത് അവർക്ക് ഡിമാൻഡ് ചെയ്യാം. ദ നേഴ്സ് നീഡ്സ് ടു ബി ഫെമിലിയർ വിത്ത് ദ സ്റ്റേറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ദ ബെസ്റ്റ് നഴ്സിംഗ് ഹാസ് ടു കോൺടാക്ട് HCP ഹു ഹാസ് ദ അതോറിറ്റി ടു ഡിസ്കസ് ഡിസ്ചാർജ് വിത്ത് ദ പേഷ്യന്റ്. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ നമ്മൾ എന്തിനാണ് ഇൻഫോം ചെയ്യുന്നത്, അവരാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഡിസ്ചാർജിനെ പറ്റിയിട്ട് പേഷ്യന്റിനോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇൻഫോം ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കുകയും. When reviewing the admission assessment, the nurse notes the patient was admitted to the mental health unit involuntarily. മറ്റേത് വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പേഷ്യന്റ് തന്നെത്താനെ വന്നാണ്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവർ കൊണ്ടാക്കിയതാണ്. ബേസ്ഡ് ഓൺ ദിസ് ടൈപ്പ് ഓഫ് അഡ്മിഷൻ ദ നഴ്സ് ഷുഡ് പ്രൊവൈഡ് വിച്ച് ഇന്റർവെൻഷൻ ഫോർ ദിസ് പേഷ്യന്റ്. അപ്പൊ ഈ ഒരു നമ്മൾ കാണും, ഇൻവോളണ്ടറി വന്നതാണെന്ന് കാണുമ്പോഴേക്കും ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട്, ഈ ഒരു അഡ്മിഷൻ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ഇന്റർവെൻഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ, മോണിറ്റർ ക്ലോസ്ലി ഫോർ ഹാം ടു സെൽഫ് ഓർ അതേഴ്സ്. അപ്പൊ അതാണ് ആൻസർ ആയിട്ടും വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അവർ സ്വന്തമായിട്ട് വന്നതല്ല അല്ലെ, മറ്റുള്ളവർ കൊണ്ടാക്കിയതാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും വയലന്റ് ആയിട്ടൊരു ബിഹേവിയർ കണ്ടത് കൊണ്ടായിരിക്കണമല്ലോ ഇവർ കൊണ്ടുവന്ന് ഇവിടെ ആക്കുന്നത്, ഇൻവോളണ്ടറിലി ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ നമ്മൾ മോണിറ്റർ ചെയ്യണം ക്ലോസ്ലി ഫോർ ദ ഹാം ടു സെൽഫ് ഓർ അതേഴ്സ്. അവർ സ്വന്തമായിട്ട് ഹാം ചെയ്യാനുള്ളത് ചാൻസും ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹാം ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഓപ്ഷൻ ബി നോക്കിയേ. അസിസ്റ്റ് ഇൻ കംപ്ലീറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ
അഡ്മിഷൻ, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. സപ്ലൈ ദ പേഷ്യൻറ്റ് വിത്ത് റിട്ടൺ ഇൻഫർമേഷൻ അബൌട്ട് ദെയർ മെന്റൽ ഇൽനെസ്, അല്ലേ? അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഇല്ല. പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫാമിലി ടു ഡിസ്കസ് വൈ ദേ ഫെൽറ്റ് ദ അഡ്മിഷൻ വാസ് നീഡഡ്. അപ്പൊ അതൊന്നും അല്ല. കാരണം എന്താണ്, നമ്മളുടെ മെയിൻ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ മോണിറ്റർ ക്ലോസ്ലി ഫോർ ദ ഹാം ടു സെൽഫ് ഓർ അതേഴ്സ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നോക്കിക്കേ, ഇൻവോളണ്ടറി അഡ്മിഷൻ ഈസ് നെസസറി വെൻ എ പേഴ്സൺ ഈസ് എ ഡേഞ്ചർ ടു ഹിംസെൽഫ് ഓർ അതേഴ്സ്. അപ്പൊ ഇൻവോളണ്ടറി അഡ്മിഷൻ സാധാരണ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? അവിടെ ആരെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ്? പേഷ്യന്റ് ഒന്നെങ്കിൽ സെൽഫായിട്ട് ഡേഞ്ചർ ആണ്, ഹിംസെൽഫായിട്ട് ഡേഞ്ചർ ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡേഞ്ചർ ആണ്. ആ ഒരു സമയത്ത് മാത്രമായിരിക്കും മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത്, അല്ലേ? ഓർ ഈസ് ഇൻ നീഡ് ഓഫ് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് റിഗാർഡ്ലെസ് ഓഫ് ദി പേഷ്യൻസ് വില്ലിംഗ്നെസ് ടു കൺസെന്റ് ടു ദ ഹോസ്പിറ്റലൈസേഷൻ. ദി പേഴ്സൺ മസ്റ്റ് പോസ് എ ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ to self or others based upon statements and behavior that occurred in the past 30 days. ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. ഇൻവോളണ്ടറി കൊണ്ടുവരുന്ന പേഷ്യൻസ് ഡേഞ്ചറസ് ആയിരിക്കും. അവർക്ക് ഒന്നെങ്കിൽ അവർ സെൽഫായിട്ട് ഹാം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അവർ അണ്ടർ ക്ലോസ്ഡ് സൂപ്പർവിഷൻ ആയിരിക്കണം. Question number 9. The nurse is preparing a patient for the termination phase of the nurse-patient relationship. The nurse prepares to implement which nursing task that is most appropriate for this phase. ഇപ്പൊ എന്താണ്, പേഷ്യന്റ് ആൻഡ് നഴ്സ് റിലേഷൻഷിപ്പ് എന്താണ്, ടെർമിനേഷൻ ഫേസിലോട്ട് കടന്നിരിക്കുകയാണ്. ആ ടെർമിനേഷൻ ഫേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതാണ്? ടെർമിനേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ ഫേസ് എന്ന് ഓർത്താൽ മതി കേട്ടോ, ഈസി ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട്. ഏറ്റവും അവസാനം നമ്മൾ പേഷ്യന്റ് വീട്ടിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നഴ്സ് ഈസ് പ്രിപ്പയറിംഗ് എ പേഷ്യന്റ് ഫോർ ദ ടെർമിനേഷൻ ഫേസ് ഓഫ് ദി നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്. ദി nurse prepares to implement which nursing task what is most appropriate for this phase. Option A, പ്ലാനിങ് ഷോർട്ട് ടൈം ഗോൾസ്. പ്ലാനിങ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞല്ലേ, തുടക്കത്തിലേ നമ്മൾ ചെയ്യുന്നതാണ് പ്ലാനിങ്. അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, അല്ലെ? നമ്മൾ ആ ഒരു ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്ലാനിങ് ഒക്കെ നമ്മൾ ആദ്യമേ ചെയ്യുന്ന കാര്യങ്ങളാണ്. മേക്കിംഗ് അപ്രോപ്രിയേറ്റ് റെഫറൽസ്, അല്ലെ? അതാണ് ആൻസർ വരുന്നത്. കാരണം എന്താണ്, എന്തെങ്കിലും ഇനി റെഫറൽസും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെർമിനേഷൻ ഫേസിലാണ് നമ്മളത് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് റിയലിസ്റ്റിക് സൊല്യൂഷൻസ്, അതൊക്കെ നമ്മൾ ആദ്യമേ ചെയ്യും. ഐഡന്റിഫൈങ് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ്, അതും നമ്മൾ ആദ്യമേ ചെയ്യുന്ന കാര്യമാണ്. അവസാനം ചെയ്യുന്ന എന്താണ്? മേക്കിംഗ് അപ്രോപ്രിയേറ്റ് റെഫറൽസ്. ഇനി എന്തെങ്കിലും റെഫറൽസ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് റെഫറൽ കൊടുക്കാനുണ്ടെങ്കിൽ റെഫറൽ കൊടുക്കുന്ന സമയമാണ് ടെർമിനേഷൻ ഫേസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, Tasks of the termination phase include evaluating patient performance, evaluating achievement of expected outcomes, evaluating future needs. ഉണ്ടോ? ഫ്യൂച്ചർ നീഡ്സ് ആണ് നമ്മളുടെ റെഫറലും കാര്യങ്ങളൊക്കെ വരുന്നത്. മേക്കിംഗ് അപ്രോപ്രിയേറ്റ് റെഫറൽസ്, കണ്ടോ? മേക്കിംഗ് അപ്രോപ്രിയേറ്റ് റെഫറൽസ് ആൻഡ് ഡീലിംഗ് വിത്ത് ദ കോമൺ ബിഹേവിയേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ടെർമിനേഷൻ. ആഫ്റ്റർ ദ ക്ലയൻസ് പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് ആർ അഡ്രസ്ഡ്, ദ റിലേഷൻഷിപ്പ് നീഡ്സ് ടു ബി കംപ്ലീറ്റഡ് ബിഫോർ ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ്. അപ്പോൾ ടെർമിനേഷൻ ഫേസിലാണ് നമ്മൾ റെഫറൽ കൊടുക്കുന്നതെന്ന് ഓർത്ത് വെക്കും കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിക്കേ. ദ nurse employed in a mental health clinic is greeted by a neighbor in a local grocery store. The neighbors ask the nurse, how is Mary doing? She is my best friend and is seen at your clinic every week. Which is the most appropriate nursing response? അല്ലേ? നമ്മളിപ്പം മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ അടുത്തുള്ളൊരു പുള്ളിക്കാരൻ നമ്മളോട് ചോദിക്കുകയാണ്, മേരി എന്ന് പറഞ്ഞൊരു പേഷ്യനെ പറ്റി, എങ്ങനെയുണ്ട് മേരിക്ക്, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. എന്തായിരിക്കണം നമ്മളുടെ അപ്രോപ്രിയേറ്റ് നഴ്സിംഗ് റെസ്പോൺസ്? അല്ലെ? നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റിയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ് ആൻസർ നമ്മൾ പറയേണ്ടത്? ഐ കനോട്ട് ഡിസ്കസ് എനി പേഷ്യൻ്റ് സിറ്റുവേഷൻ വിത്ത് യു. അതായത് നമുക്കൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓപ്ഷൻ ബി നോക്കിക്കേ. ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് മേരി യു നീഡ് ടു ആസ്ക് ഹർ യുവർ സെൽഫ്. നമ്മൾ അവരോട് പറയുവാണ്, നിങ്ങൾ അതിന് ചോദിക്കണം. നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മളോട് ചോദിച്ചാൽ നമ്മളത് പറയത്തില്ല എന്നങ്ങ് നേരിട്ട് പറഞ്ഞാൽ മതി. ഓൺലി ബിക്കോസ് യു ആർ വറീഡ് അബൌട്ട് എ ഫ്രണ്ട് ഐ വിൽ ടെൽ യു ദാറ്റ് ഷീ ഈസ് ഇംപ്രൂവിങ്. അല്ലേ? നമ്മൾ ഒരിക്കലും അങ്ങനെ പേഷ്യൻ്റ് ഇംപ്രൂവിങ് ആണോ എന്താണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബീങ് ഹെർ ഫ്രണ്ട് യു നോ ഷീ ഈസ് ഹാവിങ് എ ഡിഫിക്കൽട്ട് ടൈം ആൻഡ് ഡിസേർവ്സ് ഹെർ പ്രൈവസി. അതും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, ഐ കനോട്ട് ഡിസ്കസ് എനി പേഷ്യൻ്റ് സിറ്റുവേഷൻ വിത്ത് യു. കാരണം കോൺഫിഡൻഷ്യാലിറ്റി വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ആൻസർ പറയേണ്ടത്. ദ നഴ്സ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി റിഗാർഡിംഗ് ദ പേഷ്യൻ്റ് ആൻഡ് ദ പേഷ്യൻസ് കെയർ. കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ബേസിക് ടു ദ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ആൻഡ് ഈസ് എ പേഷ്യൻസ് റൈറ്റ്. ഒന്ന് പേഷ്യൻ്റെ റൈറ്റ് ആണ്. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എന്താണ്? നമ്മളുടെ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്? നമ്മളൊരു പ്രാവശ്യം കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളോട് ഒരാളുടെ കാര്യം ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ നമ്മളെ വിശ്വസിച്ച് എന്തെങ്കിലും പറയുമോ? ഒന്നും പറയത്തില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ടു ദ നെയ്ബർ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് വാട്ട് റെസ്പോൺസിബിലിറ്റി ഇൻ എ ഡയറക്റ്റ് ബട്ട് പൊളൈറ്റ് മാനർ അല്ലേ? അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മളത് പറയാൻ പാടില്ല എന്നുള്ളത് രീതിയിൽ പൊളൈറ്റ് ആയിട്ട് നമ്മൾ പറയുവാണ് ചെയ്യേണ്ടത്. എ ബ്ലണ്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഡസ് നോട്ട് അക്നോളജ് വൈ ദ നഴ്സ് കനോട്ട് റിവീൽ എ പേഷ്യന്റ് ഇൻഫർമേഷൻ മേ ബി ടേക്കൻ ആസ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആൻഡ് അൺകെയറിങ്. അതുകൊണ്ടാണ് ബാക്കി ആൻസേഴ്സ് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ നോക്കുന്ന കമ്മ്യൂണിക്കേഷൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഇന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.